റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് നല്ല ടേസ്റ്റിലും മയത്തിലും ഈസിയായി ബോണ്ട വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ബോണ്ട തയ്യാറാക്കുന്നതിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 250 ml ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഉരുകിയ ശേഷം നമ്മൾ ശർക്കര പാനി അരിച്ച് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഞാൻ 250 ml ഗ്ലാസ്സിന് 3 ഗ്ലാസ് ഗോതമ്പ് പൊടിക്കാണ് ബോണ്ട തയ്യാറാക്കുന്നത്. ശർക്കര പാനി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളൊരു സ്റ്റീലിൻ്റെ അരിപ്പയിലൂടെയാണ് ശർക്കര പാനി അരിച്ചെടുക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ ഉപയോഗിച്ചാൽ ചൂടായതുകൊണ്ട് ചിലപ്പോൾ ഉരുകിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലിൻ്റെ അരിപ്പ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഇതുപയോഗിച്ചാണ് ബോണ്ടയ്ക്ക് ആവശ്യമായ പഴം നമ്മൾ അരച്ചെടുക്കുന്നത്. നമ്മൾ പാളയംകോടൻ പഴമാണ് ബോണ്ട തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. പാളയംകോടൻ പഴം ഉപയോഗിച്ച് നമ്മൾ ബോണ്ട തയ്യാറാക്കുമ്പോൾ അതിന് നല്ല മയം കിട്ടും. പാളയംകോടൻ പഴത്തിന് ചില സ്ഥലങ്ങൾ മൈസൂർ പൂവനെന്നും പറയാറുണ്ട്. ഇനി നമുക്ക് തണുക്കുമ്പോൾ പഴം അരിഞ്ഞ് ഒന്ന് അരച്ചു കൊണ്ടുവരാം. ബോണ്ട തയ്യാറാക്കുന്നതിന് നമ്മൾ അരിച്ചടച്ച് വെച്ചിരുന്ന ശർക്കര പാനി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് ആവശ്യമായ പാളയംകോടൻ പഴവും കൂടെ ഒന്ന് അരിഞ്ഞ് കൊണ്ടുവരാം. ഞാനൊരു 6 പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് ഗോതമ്പ് പൊടിക്കാണ് നമ്മൾ ബോണ്ട തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഈ 6 പഴം മതിയാവും. ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ശർക്കര പാനി ചേർത്തൊന്ന് അരച്ചു കൊണ്ടുവരാം. പഴം അരിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഉപയോഗിച്ചൊന്ന് അരച്ചു കൊണ്ടുവരാം. പഴത്തിൻ്റെ താഴെ നിൽക്കണം ശർക്കര പാനി നമുക്ക് അരച്ചു കൊണ്ടുവരാം. പഴത്തിൻ്റെ കൂട്ട് നന്നായി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ടയുടെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാൻ ആരംഭിക്കാം. ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ബോണ്ട തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ഒതുങ്ങിയ പാത്രത്തിലേക്ക് പൊടി മാറ്റിയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെക്കുന്ന സൗകര്യത്തിനാണ് ഒതുങ്ങിയ പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകപ്പൊടി, 1 ടീസ്പൂൺ എള്ള് ഓപ്ഷനിലാണ്, കയ്യിലുള്ളവർ ചേർത്താൽ മതി. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ്, അതോടൊപ്പം 1 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഴത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മിക്സ് അങ്ങ് ഉറച്ചിരിക്കുവാന്ന് തോന്നുന്നു. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ബോണ്ട തയ്യാറാക്കാനുള്ള പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് ശർക്കര പാനി ഉപയോഗിച്ചാണ് കുഴയ്ക്കുന്നത്. നമ്മൾ പഴം അരയ്ക്കാൻ എടുത്തതിൻ്റെ ബാക്കി ശർക്കര പാനിയാണ് ഇരിക്കുന്നത്. ഇത് തികയാതെ വന്നാൽ നമ്മൾക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. പൊടി ഒരുപാട് അയഞ്ഞു പോകരുത്. നമുക്കിനി ശർക്കര പാനി ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചു കൊണ്ടുവരാം. ബോണ്ടയുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുതിരുന്നതിന് വേണ്ടി ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണം. ഒരു 3-3.5 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരണം.
എങ്കിലേ ഇതിന് നല്ല മയം കിട്ടത്തുള്ളൂ. നമുക്കിനി ഇത് കുതിരുന്നതിന് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ബോണ്ടയുടെ ബാറ്റർ ഒരുപാട് ടൈറ്റും ഒരുപാട് ലൂസും ആകരുത്. മധുരം ഉള്ളതുകൊണ്ട് ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട്. ചോനലും ഉറുമ്പും കയറാതെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുന്നത് മൂലം ഉറുമ്പ് ഇതിനകത്ത് കയറുകയില്ല. ഇനി നമുക്കിത് കുതിരുമ്പം ചുട്ടെടുത്താൽ മതി. നമ്മുടെ ബോണ്ടയുടെ മാവ് കുതിർന്നു. നമ്മളത് ഉരുട്ടി എണ്ണയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 കൈയിലും വെള്ളം തൊട്ടുകൊണ്ട് വേണം ഉരുള എടുക്കാൻ. ഉരുള എടുത്ത് നമ്മൾ ഇതുപോലെ ഉരുട്ടി 2 കൈയിലും മാറി മാറി ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും. ഇവിടെ ഞാൻ മൊബൈലിലൂടെ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് മറ്റേ കയ്യിലിടാൻ എനിക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഉരുട്ടിയ ശേഷം ഇതുപോലെ എണ്ണയിലിട്ട് കൊടുത്താൽ മതി. ഇനി മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഒരു സൈഡ് മുരിയുമ്പോൾ നമ്മളത് തിരിച്ചിടണം. ആ സൈഡൂടെ മുരിയുമ്പോൾ നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീ കൂട്ടി വെച്ചാൽ പുറം പെട്ടെന്ന് കരിയുകയും അകം വേകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ബോണ്ട തയ്യാറാക്കാൻ ആരംഭിക്കാവൂ. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം കൂടെയാണ് ബോണ്ട. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ ബോണ്ട എണ്ണയിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേശ്ശെ എണ്ണ അതിൻ്റെ പുറത്തേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യം ഇട്ട ബോണ്ട നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിക്കുന്നത്. അല്ലെങ്കിൽ പുറം കരിയുകയും അകം വേകാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ആ വശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തിരിച്ചിട്ട് മറുവശം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയിൽ മുങ്ങിക്കിടന്ന് വേണം വേകാൻ. അന്നേരം നല്ല രീതിയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാൻ സാധിക്കും. ഒരു വശം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ട ബോണ്ട വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് വലുപ്പം കൂടിയാൽ ബോണ്ടയുടെ നടുഭാഗം ചിലപ്പോൾ വേകാതിരിക്കും. അതുകൊണ്ട് നമ്മളൊരു മീഡിയം സൈസിലുള്ള ബോണ്ടയാണ് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ ബോണ്ട എല്ലാം ഇതിലൊന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ കൈ വീണ്ടും വെള്ളത്തിൽ മുക്കിയ ശേഷം മാവ് ഉരുട്ടി ഈ എണ്ണയിലേക്കിട്ട് മൂപ്പിച്ച് കോരിയെടുക്കുക. എണ്ണയിൽ കിടക്കുന്ന ആ വേസ്റ്റ് നമുക്കങ്ങ് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ അത് കരിഞ്ഞു കിടക്കും. നമ്മൾ കൈ വെള്ളത്തിൽ മുക്കി ഉരുള ഉരുട്ടുകയാണ്. കൈ വെള്ളത്തിൽ മുക്കിയില്ലെങ്കിൽ മാവ് നമ്മുടെ കയ്യെ പറ്റും. കയ്യെ മാവ് പറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് കൈ മുക്കിയിട്ട് ഉരുള ഉരുട്ടിയെടുക്കുന്നത്.
4 മണിക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർക്ക് കടകളിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന എണ്ണയിൽ റെഡിയാക്കുന്ന പലഹാരം കൊടുക്കാതെയും കെമിക്കലൊന്നും ചേർക്കാതെ, കടയിലൊക്കെ ഇത് ദിവസങ്ങളോളം ഇരിക്കുന്നതിന് വേണ്ടി കെമിക്കലൊക്കെ ചിലവായില്ലെങ്കിൽ അവർക്ക് നഷ്ടം വരും, അതിന് കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ചേർക്കും. നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആവശ്യത്തിന് നല്ല ടേസ്റ്റോടും നല്ല ആരോഗ്യകരവുമായ ബോണ്ട കഴിക്കാൻ സാധിക്കും. ഒരു ട്രിപ്പ് നമുക്ക് 4-5 എണ്ണ ഇട്ട് മൂപ്പിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കണം. എണ്ണയിൽ മുങ്ങിക്കിടന്ന് വേണം ഇത് വേകാൻ. അടുത്ത ട്രിപ്പ് നമ്മൾ എണ്ണയിലിട്ടു. ആദ്യത്തെ ട്രിപ്പ് ബോണ്ട തണുത്തപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത ട്രിപ്പും പാകമായി. നമുക്കതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മാവ് കുഴച്ച് വെച്ച് കുതിർന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ബോണ്ട. ഓരോ പ്രാവശ്യവും ബോണ്ടയുടെ മാവ് ഉരുട്ടുമ്പോൾ കൈ വെള്ളത്തിൽ മുക്കാൻ നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇനി നമുക്കിതിനകത്തെ പൊടിയൂടെ എടുത്ത് മാറ്റാം. പൊടി അതിനകത്ത് കിടന്നാൽ അടുത്ത ട്രിപ്പ് ഇടുമ്പോഴത്തേക്ക് കരിഞ്ഞ് പിടിക്കും. ഇനി നമുക്ക് ബാക്കി മാവ് കൂടെ എണ്ണയിലേക്ക് ഉരുട്ടിയിട്ട് കൊടുക്കാം. അത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബോണ്ട ഒന്ന് മുറിച്ച് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മയമുണ്ട്. ഇനി നമുക്ക് ഒരല്പം കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബോണ്ട വീട്ടിലൊന്ന് തയ്യാറാക്കുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.